നക്ഷത്ര കുറുമ്പീസ്. സോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ആസ് യു നോ, ഇന്നത്തെ ഡേറ്റ് എന്താണ്? പറ. 2025 ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് അമ്മയുടെയും അച്ഛൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു യാത്രയിലും കൂടിയാണ് കേട്ടോ. എങ്ങോട്ടൊക്കെയാണെന്ന് വെച്ചാൽ വേറെ എങ്ങോട്ടുമല്ല, നമ്മളിന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയതിനാൽ തന്നെ ശ്രീ വളയനാട് ക്ഷേത്രത്തിലേക്ക് പോവാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ സമയത്തൊക്കെ അവിടെ ഉത്സവമാണ്. സോ അവിടെ ഓരോ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് അവിടുത്തെ ഉത്സവം ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് അവിടെ ബാക്കി വിശേഷങ്ങൾ ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് പറയാം. അതിനു മുമ്പ് തന്നെ ഇന്ന് രാവിലെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്ന് രാവിലെ തന്നെ ഞാനല്ല ചേച്ചീൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പ്രാങ്കിങ് ഗിഫ്റ്റാണ്. ഞാൻ കുറേ പേപ്പർ നിറച്ചിട്ട് കാർബോണിൻ്റെ ഉള്ളിൽ കുറേ പേപ്പർ നിറച്ചിട്ടു. എന്നിട്ട് അതിന് ഏറ്റവും താഴെ എന്താ പറയുക, ഡയറി മിൽക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര പ്രാങ്കായിരുന്നു തോന്നുന്നു. ഫസ്റ്റ് അമ്മ കുറേ പേപ്പർ ചുരുട്ടി കുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സോ കുറേന്ന് പറഞ്ഞാൽ കുറേ പേപ്പർ അത്രയും അടിയിലായിരുന്നു ആ ഡയറി മിൽക്ക്. അത്രയും വലിയ ബോക്സാണ്. സോ അമ്മ തുറന്നു നോക്കി കുറേ പൊട്ടി ഇങ്ങനെ കുറേ ബോള് പോലെ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അമ്മ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു, അമ്മയും അച്ഛനും വിചാരിച്ചു അതിലൊന്നും ഉണ്ടാവൂല. അമ്മ അച്ഛനോട് പറയാനായിട്ട് അതിലൊന്നും ഉണ്ടാവില്ലാന്ന്. പക്ഷെ ഫുള്ള് നമ്മളെ സഹായിച്ചു. എന്നിട്ട് നമ്മളെ ഫുള്ള് എടുത്തപ്പോൾ ലാസ്റ്റ് ഒരു 20 രൂപേൻ്റെ ഡയറി മിൽക്ക്, അതെൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഋത്തുമോള് കുറേ എന്താ പറയുക നമ്മുടെ ഗിഫ്റ്റ് കാർഡ്സ് കൊടുത്തു. അപ്പോൾ ആ ഗിഫ്റ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ വീഡിയോ ഇടുന്നതായിരിക്കും. സോ അതുവരെ വേറെ വീഡിയോ ഞങ്ങൾ ഇടും. ഓക്കെ, സോ എന്താ പറയുക അതുവരെ. ഓക്കെ, ഇനി നമ്മൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്രസൻറ്റിൽ നമ്മൾ ഇനി ശ്രീ വളയനാട് ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. സോ ഇനി അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. അതുവരെ ഷോർട്ട് ബ്രേക്ക്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ചിവിടെ ക്ഷേത്രത്തിൽ ഒക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കൂടാതെ ഞങ്ങളുടെ നല്ല നല്ല ഗാനങ്ങൾ നിങ്ങളുടെ കാതുകൾ എത്തിച്ചുകൊണ്ട് നല്ല ആ സൗണ്ട് ശബ്ദവും വെളിച്ചവും നൽകിയിട്ടുള്ള ശ്രുതി ലൈറ്റ് ആൻഡ് സൗണ്ട് എഞ്ചിനീയർ അശോക് ബാബു തീർച്ചയായും നന്ദി കടപ്പാടും ഇതിനകം അറിയുകയാണ്. കൂടാതെ ഞങ്ങളുടെ ഗാനങ്ങൾ ആസ്വദിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇവിടെ